നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം n ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ n എന്നുള്ളത് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ നമുക്ക് n ലിമിറ്റ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കും. ഇപ്പം ഞാനിവിടെ n 4 കൊടുക്കുകയാണ്. അപ്പം നമുക്ക് 4 നമ്പേഴ്സിന് നമുക്ക് മേടിക്കാൻ പറ്റും യൂസറുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഈ 4 നമ്പേഴ്സിൽ ഇവൻ നമ്പറായിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സം ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ 4 നമ്പേഴ്സ് മേടിക്കുന്നതിൽ ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഒന്നും ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഈവൻ നമ്പേഴ്സാണ് നമ്മൾ ഈ 4 നമ്പേഴ്സിൽ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആഡ് ചെയ്ത് എത്ര ഈവൻ നമ്പേഴ്സ് നമ്മൾ മേടിക്കുന്നു അതിനെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, n = ഇൻ്റെ ഇൻപുട്ട് എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ n = 4 കൊടുത്തു. ദെൻ ഇനീഷ്യലൈസ് ചെയ്യാണ് ഈവൻ സം = 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഫോർ i ഇൻ റേഞ്ച് n, അപ്പോൾ എവിടം വരെ പോകും, 0 മുതൽ നമ്മുടെ കേസിൽ എവിടം വരെ പോകും, 3 വരെ. അപ്പോൾ ഏതൊക്കെ വർക്ക് ചെയ്യും, 0-ന് വേണ്ടി വർക്ക് ചെയ്യും, 1-ന് വേണ്ടി വർക്ക് ചെയ്യും, 2-ന് വേണ്ടി വർക്ക് ചെയ്യും, 3-ക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇതാണ് iന് വരാവുന്ന വാല്യൂസ്, 4 വാല്യൂകൾ. ഇനി ആദ്യത്തെ കേസിൽ i 0 ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്തായിരിക്കും, നമ്മുടെ i 0 ആയിരിക്കുന്ന സമയത്ത് എന്താണ്, 0 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ നമ്പർ റീഡ് ചെയ്യാണ്. നം എന്താണ്, നമ്മൾ നം 6 എന്ന് കൊടുത്തു. ഫസ്റ്റ് എന്താണ്, i 0 ആയിരിക്കുന്ന സമയത്ത് നം 6. എനിക്കിഷ്ടമുള്ളൊരു നമ്പർ ഞാൻ റീഡ് ചെയ്യുകയാണ്. കാരണം എന്താണ്, നം എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു നമ്പർ റീഡ് ചെയ്തു. ദെൻ എന്താണ്, നമ്മൾ ചെക്ക് ചെയ്യാണ് നം മോഡ് 2 = 0. അപ്പോൾ 6 മോഡ് 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 6 മോഡ് 2 = 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈവൻ സം എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈവൻ സം പ്ലസ് നം ചെയ്യുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഈവൻ സം ഓൾറെഡി നമ്മൾ എന്താ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഈവൻ സമ്മിൻ്റെ വാല്യൂ എന്താ, 0 ആണ്. ഇനീഷ്യലി 0 ആണ്, ഇനീഷ്യലി കേസാണിത്. അപ്പം 0 + 6, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. അപ്പോൾ ഈവൻ സം എന്നുള്ള വേരിയബിളിൽ എന്ത് വന്നു, 6 എന്ന് വന്നു. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി, അതിൻ്റെ വാല്യൂ 1 ആകും. അതിൻ്റെ വാല്യൂ 1 ആവണ സമയത്ത് എഗെയിൻ നമ്മളിതുപോലെ തന്നെ നം റീഡ് ചെയ്യും. നം റീഡ് ചെയ്യുന്നത് 3 ആണെന്ന് വിചാരിക്കുക. നമ്മൾ റീഡ് ചെയ്തത് 3 ആണ്. ആ സമയത്ത് നമ്മൾ നമ്മിനെ ചെക്ക് ചെയ്യാണ്, നം മോഡ് 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണോ, അതായത് നമ്മ എത്രയാ, 3 മോഡ് 2 = 0 ആണോ, അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യില്ല, ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ കേസിൽ വർക്ക് ചെയ്യുന്നില്ല. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടും, ഐയുടെ വാല്യൂ എന്താകും, 2 ആകും. ആ സമയത്ത് നമ്മൾ നം വീണ്ടും വാങ്ങുകയാണ് 4. നം മോഡ് 2 = 0 ആണോ എന്ന് നോക്കും. അപ്പോൾ 4 മോഡ് 2 = 0 ആണോ എന്ന് നോക്കും. ആണോ, ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈവൻ സം = ഈവൻ സം പ്ലസ് നമ്മുടെ നം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ, ഈവൻ സമ്മിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 6 പ്ലസ് നമ്മുടെ നം എത്രയാ, 4. 6 + 4 എത്രയാ, 10. അപ്പം നമ്മുടെ വാല്യൂ എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐയുടെ വാല്യൂ എന്താകും, ഐയുടെ വാല്യൂ 3 ആകും. ദെൻ നം = അടുത്ത നമ്മിനെ റീഡ് ചെയ്യാൻ പറയും. ഇപ്പം ഞാനിവിടെ 5-നെയാണ് റീഡ് ചെയ്യുന്നത്. 5 മോഡ് 2 = 0 ആണോ, അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഈവൻ സം എന്നുള്ള ലൈനിലേക്ക് പോകുന്നില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഈവൻ സം എന്നുള്ള ഇതിലേക്ക് അത് പോകില്ല. കാരണം എന്താണ്, = 0 ആണെങ്കിൽ മാത്രമാണ് ആ ഇഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമാണ് ഇഫിൻ്റെ ആ ഭാഗത്തേക്ക് പോവുള്ളൂ. അപ്പം ഇഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ പറ്റത്തില്ല. എഗെയിൻ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകും. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഐയുടെ വാല്യൂ എന്താകും, 4 ആകും. ഐയുടെ വാല്യൂ 4 വരെ പോകുമോ, ഇല്ല, 3 വരെ പോവുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ 4 പോയില്ല. അപ്പോൾ 4 ലൂപ്പിൽ എക്സിറ്റ് ആകും. ദെൻ നമ്മൾ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ദ സം ഓഫ് ഈവൻ നമ്പർ ഈസ് ഈവൻ സം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദ സം ഓഫ് ഈവൻ നമ്പർ ഈസ് എന്നത് നമുക്ക് സ്ക്രീനിൽ വരും. ദെൻ ഈവൻ സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. അപ്പോൾ ദ സം ഓഫ് ഈവൻ നമ്പർ ഈസ് 10 എന്നായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. ഓക്കെ.